A rectangular board is to be cut along the diagonal and the pieces rearranged to form an equilateral triangle. The sides of the triangle must be 50 centimeter. What should be the length and breadth of the rectangle? അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബോർഡ് കണ്ടല്ലോ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലൊരു ബോർഡ്, അതിനെ ഇങ്ങനെ ഡയഗോണൽ വൈസ് കട്ട് ചെയ്ത് അതിനെ റീഅറേഞ്ച് ചെയ്ത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാക്കി മാറ്റിയിട്ടുണ്ട്. ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ മസ്റ്റ് ബി 50 സെൻറ്റിമീറ്റർ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് നമ്മൾ ഫോം ചെയ്തത്. അപ്പോൾ സൈഡ്സ് എല്ലാം എന്ത് തന്നെയാണ്? 50 സെൻറ്റിമീറ്റർ. അതായത് ഈ ഡയഗോണൽ എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ. അതായത് ഇത് 50 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്തത്. അതിൻ്റെ എല്ലാ സൈഡും 50 സെൻറ്റിമീറ്റർ. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ? എങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിത് നോക്കൂ. 90, 60, 30 ഡിഗ്രി. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഇത് 90, 60, 30 ഡിഗ്രിയിലെ ട്രയാങ്കിളാണ് നമുക്കിവിടെ ഫോം ആയിട്ടുള്ളത്. നോക്കൂ, അപ്പോൾ ഏത് ഇക്വേഷനാണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ റേഷ്യോ തന്നെ എഴുതണം. മെഷർ എഴുതിയിട്ട് റേഷ്യോ എഴുതുക. 1:√3:2. 1:√3:2. 1 എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഭാഗം. ഇനി 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3, 90 ഡിഗ്രി 2. ഓക്കെ, അതായത് റേഷ്യോ എഴുതി അല്ലേ? റേഷ്യോ എഴുതി, മെഷറും എഴുതി. ഇനി നമുക്കിതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ABC. ഓക്കെ, AB എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. BC അറിയില്ല. നമുക്ക് A മുതൽ D വരെയുള്ളത് അറിയാം അല്ലേ? 50 സെൻറ്റിമീറ്റർ. അതിൻ്റെ അപ്പോൾ ഹാഫാണ് ഇത് AC. അപ്പോൾ ഇവിടെ എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. നോക്കട്ടെ, AB 50 സെൻറ്റിമീറ്റർ. BC നമുക്ക് അറിയില്ല അല്ലേ? BC അറിയില്ല. AC എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിയോ. എങ്ങനെയാണ്? 50/2. 50/2 ആണ് ഇത്, 25 സെൻറ്റിമീറ്റർ. അപ്പോൾ BC കണ്ടുപിടിക്കണം. എന്താണ് BC കണ്ടുപിടിക്കണം? BC എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടനൂസ് എത്രയാണ്? 50 ആണ്. 50 സ്ക്വയർ മൈനസ് ബേസ് 25 സ്ക്വയർ. 50യുടെ സ്ക്വയർ എത്രയാണ്? 2500 മൈനസ് 625. 2500 മൈനസ് 625. 50യുടെ സ്ക്വയർ 2500, 25ൻ്റെ സ്ക്വയർ 625 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 1875. BC എന്ത് ചെയ്യുക? BC കാണാൻ BC സ്ക്വയർ ആണല്ലേ? ഇപ്പോൾ സ്ക്വയർ ഇപ്പുറത്ത് റൂട്ട് ഓഫ് 1875 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് റൂട്ടില്ല. അപ്പോൾ നമ്മളിതിന് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 625 × 3. അപ്പോൾ 625ന് റൂട്ടുണ്ട്. ഏതാണ്? 25. 3ക്ക് എന്തില്ല? റൂട്ടില്ല. അപ്പോൾ 25√3 എന്ന് കിട്ടും. 3 എന്താ? സെൻറ്റിമീറ്റർ ആണല്ലേ? സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെന്താണ്? BC എന്ന് പറയുന്നത് ലെങ്ത് ആണ്. BC എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് rectangle, length of the rectangle 25√3 centimeter.
ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ. ഇതാ ബ്രെഡ്ത്ത് ഏതാണ്? ഇത് ബ്രെഡ്ത്ത് ഏതാണ്? AC അല്ലേ? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് AC ആണ്. AC അല്ലേ? അതായത് ഇതൊട്ട് ഇതുവരെയുള്ള ദൂരം തന്നെയാണ് A to C. അപ്പോൾ എന്താണത്? 25 സെൻറ്റിമീറ്റർ. ഓക്കെ, വളരെ എളുപ്പമാണല്ലോ. Question 2. Rectangles are cut along the diagonal and the triangles both are to be joined to another rectangle to make a regular hexagon as shown below. നോക്കൂ, 3 റെക്റ്റാങ്കിൾ ഉണ്ട്. 2 എണ്ണം ഒരേപോലെയുള്ള സ്മാൾ റെക്റ്റാങ്കിൾ, 1 ബിഗ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഈ സ്മാൾ റെക്റ്റാങ്കിളിനെ ഡയഗോണൽ വൈസ് കട്ട് ചെയ്ത ഈ ബിഗ് റെക്റ്റാങ്കിളിൽ ഈ ഒരു ഷേപ്പിൽ അതിനെ അറേഞ്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഒരു റെഗുലർ ഹെക്സഗണായി മാറി. ഇഫ് ദ സൈഡ്സ് ഓഫ് ദി ഹെക്സഗൺ ആർ ടു ബി 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഹെക്സഗണിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾസ്? എങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എത്രയാണ്? ഈ ഡയഗോണലിൻ്റെ മെഷറാണ് 30 സെൻറ്റിമീറ്റർ. ഈ ഡയഗോണലാണ് ഹെക്സഗണിൻ്റെ സൈഡായി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡയഗോണൽ 30 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് തന്നെയാണ്? 30 സെൻറ്റിമീറ്റർ. ഇന്നർ ആംഗിൾസ് ഓഫ് റെഗുലർ ഹെക്സഗൺ 20 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. A B C D. ഇവിടുത്തെ C എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് 120 ഡിഗ്രി. എല്ലാ ഇന്നർ ആംഗിളും എന്ത് തന്നെയാണ്? 120 ഡിഗ്രി. ഞാനിതാ ഇപ്പോൾ ഇത് മാത്രം എടുക്കുന്നു. ആംഗിൾ C ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, 120 ഡിഗ്രി. നോക്കൂ, ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ എന്താവും? ഈ ആംഗിള് ഹാഫ് ആകുമ്പോൾ ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. ബ്രെഡ്ത്ത് ഓഫ് ദി ലാർജ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു 1 സൈഡ് ഓഫ് ദി റെഗുലർ ഹെക്സഗൺ. ദാറ്റ് മീൻസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. AC ആണ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ്. 30 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഹാഫാണ് BC. റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. 30 ഡിഗ്രിയുടെ ഹാഫ് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, AB സ്ക്വയർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് BC സ്ക്വയർ. ദാറ്റ് ഈസ് AC എത്രയാണ്? 30 സ്ക്വയർ മൈനസ് BC 15 സ്ക്വയർ 675. AB is equal to root of 675. Therefore, root of 225 into 3. AB 15 into root 3. 225-ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 15 ആണ്. 15 root 3 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ കണ്ടുപിടിച്ചു. 15 root 3 plus 15 root 3, 30 root 3. ഓക്കെ, ലെങ്ത് ഓഫ് സ്മാൾ റെക്റ്റാങ്കിൾ കണ്ടുപിടിച്ച് 15 root 3 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് ഓഫ് സ്മാൾ റെക്റ്റാങ്കിൾസ് 15 സെൻറ്റിമീറ്റർ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.